വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. With the tariffs, India's growth rate needs a careful watch. Second, Rajnath postpones US visit as tariff dispute casts shadow. Third, China welcomes PM's planned visit for SCO summit. Fourth, oil firms to get 3,000 crore for subsidized LPG. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ന്യൂസ് നോക്കാം. ഒന്നാമത്തെ ന്യൂസ് എന്താണ്? വിത്ത് ടാരിഫ് ഇന്ത്യസ് ഗ്രോത്ത് റേറ്റ് നീഡ്സ് എ കെയർഫുൾ വാച്ച്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നതാണ് ഇന്ത്യ US ടാരിഫ് കാര്യങ്ങളെല്ലാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? August 7, 2025 US ഇമ്പോസ് ചെയ്തു 25% റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യൻ എക്സ്പോർട്സിൽ. അതുപോലെ August 6 ആയപ്പോൾ എന്താ 2025 അനൗൺസ് ചെയ്തത് അഡീഷണൽ 25% പീനൽ ലെവി കൂടെ ആഡ് ചെയ്തു. ഇതെന്താണ്? August 29 എഫക്റ്റീവ് ആയിട്ട് വരും. അത് US നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ട്രേഡ് സർപ്ലസ് ആണ്, അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് ആണ് നോക്കുന്നത്. പിന്നെ US പറയുന്ന കാര്യങ്ങൾ അറിയാലോ, റഷ്യ ആയിട്ടുള്ള ഓയിൽ ട്രേഡ് അതൊക്കെ കാരണമാണ് ഈ പറയുന്ന 25% എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ടാരിഫ് ആഡ് ചെയ്തെന്നൊക്കെയാണ് US-ന്റെ സൈഡ് വരുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ ഇവിടെ ഇന്ത്യ US ട്രേഡ് സ്നാപ്ഷോട്ട് ഇതിലെന്താ നോക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, ഇന്ത്യക്ക് US-ആയിട്ട് എന്താണ് ട്രേഡ് സർപ്ലസ് ആണുള്ളത്. 2024-25 നോക്കുമ്പോൾ എന്താണ് 41.18 ബില്യൺ ഡോളേഴ്സ് ആണ് ട്രേഡ് സർപ്ലസ് ഇന്ത്യക്ക് US-ആയിട്ടുള്ളത്. അതിൽ US എന്താണ് നോക്കുന്നത്? ഈ പറഞ്ഞ എക്സ്പോർട്ട് ഉണ്ട്, ഈ എക്സ്പോർട്ടും അതുപോലെ എന്താണ് ഇൻഡയറക്ട്ലി ഇമ്പോർട്ട്സും ആണ് നോക്കുന്നത്. ഏത് വഴി? ക്രൂഡ് ഓയിൽ സോഴ്സിംഗ് വഴി. US-ന്റെ ടാർഗറ്റ് അതാണ്. ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ റെസിപ്രോക്കൽ ടാരിഫ് ഇത് എന്താണ്? ഇതിന്റെ അസംഷൻ എന്താണ്? ഇമ്പോർട്ട് എലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടാരിഫ് -1 ഇതാണ് പറയുന്നത്. അതായത് ടാരിഫിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു അത്രത്തോളം ചേഞ്ച് എന്താണ് ഇമ്പോർട്ടിലും കാണിക്കുന്നു. ഇവിടെ എന്താ വന്നേക്കുന്നത്? -1 ആണ്. -1 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതായത് ഇപ്പൊ ടാരിഫ് കൂടുകയാണെങ്കിൽ ഇമ്പോർട്ട് കുറയും. ഇപ്പൊ എന്താ US ഇന്ത്യക്ക് മേലെ എത്രയാണ്? ഇപ്പൊ ടോട്ടൽ ഒരു 50% ആണ് എന്താ ടാരിഫ് ഇമ്പോസ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ US-ലെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ അത്രത്തോളം ഡിക്ലൈൻ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ്, അതായത് ഇവിടെ ടാരിഫ് കൂട്ടിയേക്കാണ്, നമ്മളുടെ ഇമ്പോർട്ട് കുറയുകയും ചെയ്യും. ഇതാണ് ഇവിടെ പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിക്ലൈൻ ഇൻ ഇന്ത്യസ് എക്സ്പോർട്ട് ടു US 25%, അപ്രോക്സിമേറ്റ്ലി 25%. ട്രേഡ് ബാലൻസ് നോക്കുകയാണെങ്കിൽ എന്താ ഡെഫിസിറ്റ് കുഡ് വൈഡൻ ബൈ 0.56% ഓഫ് GDP to 7.84%. ഓക്കെ, ഇനി GDP ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് 0.6%ലേക്ക് എന്താണ് GDP ഗ്രോത്ത് റേറ്റ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മൾ 6.5% ആണ്, അതിൽ നിന്ന് 5.9%ലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ 0.6%ൽ നിന്ന് 1.15%ലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും, അതൊരു റൈസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വന്ന റെസിപ്രോക്കൽ ടാരിഫ് ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ് പീനൽ ലെവി ആണ് ഇത്, അതായത് അഡീഷണൽ 25% ടാരിഫ് ഇമ്പോസ് ചെയ്തതാണ്. ഇവിടെ വരുമ്പോൾ എന്താണ് റെസിപ്രോക്കൽ ടാരിഫിലെ പോലെ തന്നെയാണ് ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ചില കമ്മോഡിറ്റീസിന് എക്സെപ്ഷൻസ് ഉണ്ട്. രണ്ട് മെഷേഴ്സും നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രോത്തിൽ എന്താണ് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 0.6%ഓളം എന്താണ് ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ റുപ്പി ഡിപ്രീസിയേഷൻ, അതെന്താണ് റുപ്പി ഡിപ്രീസിയേഷൻ എന്താണ് നമ്മുടെ എക്സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ വരുവാണെങ്കിൽ എന്താ ന്യൂ ട്രേഡ് പാക്സ് നോക്കുകയാണെങ്കിൽ UK ആയിട്ട് ഉള്ള ഡീൽ നമ്മൾ സൈൻ ചെയ്തു, EU ആയിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന് എന്താണ് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റർ കൺട്രീസ് ഉണ്ടല്ലോ, അവരും ഈ US-ന്റെ ടാരിഫ് എന്താണ് ഫേസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക്. ഓക്കെ, അതായത് ഇതിൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതെന്താ നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് മാറിയിട്ട് US-നെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടാണ് ഈ ഓയിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവര് നമുക്ക് ഹയർ പ്രൈസിലാണ് തരുന്നത്. അപ്പൊ എന്താ ഹയർ കോസ്റ്റ് ആണ് വരിക. പക്ഷെ റഷ്യ നമുക്ക് എന്താണ് ചീപ്പർ കോസ്റ്റിലാണ് തരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ റഷ്യ ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ. US-ഓ മറ്റുള്ള രാജ്യങ്ങളോട്ട് പോകുമ്പോൾ ഹയർ കോസ്റ്റ് ആണ്, അതൊരു റിസ്ക് ആണ്. ആ റിസ്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ ഓയിൽ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവും. ഇത് നമ്മളുടെ എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, എക്സ്ചേഞ്ച് റേറ്റിനെയൊക്കെ ബാധിക്കും.
ഇതെന്താണ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. അതുപോലെ തന്നെ എന്താണ് continuation of such tariff regimes could distort global trade norms. Okay, policy option for India അത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. Negotiate, diversify export market, review India's own import tariff, multilateral approach. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ US-ആയിട്ട് നമ്മൾ കുറച്ച് കൺസെഷൻസ് വാങ്ങിക്കുക. എന്തിന്? അഗ്രികൾച്ചറിനും MSMEസിനും. അതുപോലെ ഇവിടേക്ക് വരുവാണെങ്കിൽ എന്താണ് നമ്മളുടെ എക്സ്പോർട്ട് എന്താണ് മറ്റുള്ള രാജ്യങ്ങളിലോട്ടും ഡൈവേഴ്സിഫൈ ചെയ്യുക. അത് പക്ഷേ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ അതൊരു ചലഞ്ചിങ് ആയിരിക്കും. റിവ്യൂ ഇന്ത്യസ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. പക്ഷെ ഇതെന്താണ് നമ്മളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നോക്കുന്ന സമയത്ത് പ്രശ്നം വരുന്നത് നമ്മുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്സിനെ ഇത് വളരെയധികം ബാധിക്കും. മൾട്ടിലാറ്ററൽ അപ്രോച്ച്, അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ട്രേഡ് നടത്തുക, അവരുമായിട്ടുള്ള ട്രേഡ് നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ട് വരിക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി GS പേപ്പർ 2 നോക്കുകയാണെങ്കിൽ എന്താ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യ US ട്രേഡ് റിലേഷൻ, WTO ആൻഡ് ട്രേഡ് ഡിസ്പ്യൂട്ട്, ഗ്ലോബൽ ഗവേണൻസ്. GS പേപ്പർ 3 നോക്കുകയാണെങ്കിൽ എന്താണ് എക്കോണമി, എക്സ്റ്റേണൽ സെക്ടർ, ട്രേഡ് ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഗ്രോത്ത് ഇമ്പാക്ട്, ഓയിൽ ഇമ്പോർട്ട്സ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വായിച്ചു നോക്കുക, ഇത് നന്നായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, സെക്കൻഡ് ന്യൂസ് എന്താന്ന് നോക്കാം. രാജ്നാഥ് പോസ്റ്റ്പോൺസ് US വിസിറ്റ് ആസ് ടാരിഫ് ഡിസ്പ്യൂട്ട് കാസ്റ്റ് ഷാഡോ. അതായത് നമ്മളിപ്പോ പറഞ്ഞു വന്ന ന്യൂസുമായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അതായത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് എന്താണ് യുഎസിലേക്ക് ഒരു വിസിറ്റ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത്, ക്യാൻസൽ ചെയ്തിട്ടില്ല, പോസ്റ്റ്പോൺ ചെയ്തു. അതിന്റെ കാരണം സെയിം എന്താണ് 50% ഇമ്പോർട്ട് ടാരിഫ് ഇമ്പോസ് അനൗൺസ് ചെയ്തതിന്റെ പ്രകാരമാണ്. അപ്പൊ അതാണ് ഈ ഒരു ന്യൂസിൽ പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ US-ആയിട്ടുള്ള മേജർ ഡിഫൻസ് കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നെന്താണ് ഇൻഡസ് ഇന്നോവേഷൻ 2025. ഇതെന്താണ് ബയലാറ്ററൽ ഡിഫൻസ് ആക്സിലറേഷൻ എക്കോസിസ്റ്റം ലോഞ്ച്ഡ് ഇൻ 2023. എയിം ചെയ്യുന്ന എന്താണ് എക്സ്പാൻഡ് സ്ട്രാറ്റജിക് ടെക്നോളജി ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ് ഇതുവഴി എയിം ചെയ്യുന്നത്. ഇനി നമ്മൾ ജോയിന്റ് പ്രോജക്ട്സ് അണ്ടർ ഡിസ്കഷനിലുള്ളത് ഏതൊക്കെയാണ്? കോ പ്രൊഡക്ഷൻ ഓഫ് സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾസ്, അതുപോലെ തന്നെ എന്താണ് ജാവലിൻ ആന്റി ടാങ്ക് മിസൈൽസ് ആണ്. തേർഡ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൊക്യൂർമെന്റ് അപ്രൂവ്ഡ് ബൈ ഇന്ത്യ 31 ആംഡ് MQ-9B Sea Guardian and Sky Guardian unmanned aerial vehicles from General Atomics. ഇതൊക്കെയാണ് നമ്മളുടെ മേജർ ഡിഫൻസ് കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താ നമുക്ക് നോക്കാം. അതായത് മീഡിയാസ് ഒക്കെ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോ കുറച്ച് ഇനിഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ ഡിഫൻസ് ആയിട്ടുള്ള ഈ ഒരു പർച്ചേസിംഗ് ഡീൽ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറും എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയിൽ നിന്ന് എന്താണ് പറയുന്നത്, നമ്മൾ അങ്ങനെ അത് നിർത്താൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അതുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് അതിന്റെ രീതിക്ക് തന്നെ പ്രോഗ്രസ് ആയി പൊക്കോണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഡിഫൻസ് കോർപ്പറേഷൻ കണ്ടിന്യൂ ഡെസ്പൈറ്റ് ട്രേഡ് ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും എന്താണ് ഡിഫൻസ് കോർപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഏതാണ്? ഡിഫൻസ് ടെക്നോളജി, കോ പ്രൊഡക്ഷൻ, സ്ട്രാറ്റജിക് ഡിറ്ററൻസ് കേപ്പബിലിറ്റീസ്, മാരിടൈം ഡൊമൈൻ അവയർനെസ്. ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂസ് നമ്മുടെ GS പേപ്പർ 2, GS പേപ്പർ 3 കണക്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ GS പേപ്പർ 2 എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ US ബയലാറ്ററൽ റിലേഷൻസ്, ഡിഫൻസ് ഡിപ്ലോമസി, ഇമ്പാക്ട് ഓഫ് ട്രേഡ് ഡിസ്പ്യൂട്ട് ഓൺ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. GS പേപ്പർ 3 നോക്കുകയാണെങ്കിൽ ഇന്റേണൽ സെക്യൂരിറ്റി ഓർ ഡിഫൻസ് ടെക്നോളജി. അതിലെന്താണ് ഇൻഡിജീനിയസ് ഡിഫൻസ് പ്രൊഡക്ഷൻ, ഡിഫൻസ് ടെക്നോളജി കോർപ്പറേഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ്, മാരിടൈം ആൻഡ് സ്ട്രാറ്റജിക് സെക്യൂരിറ്റി. ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് നോക്കുക. ഈ ന്യൂസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാം. തേർഡ് ന്യൂസ് നോക്കാം. അതായത് നമ്മൾ ഇപ്പൊ ഇതുവരെ സംസാരിച്ച ന്യൂസും ഇനി ഈ പറയാൻ പോകുന്ന ന്യൂസ് എന്താണ്, എല്ലാം കണക്റ്റഡ് ആണ്. ചൈന വെൽക്കംസ് PM's planned വിസിറ്റ് ഫോർ SCO സബ്മിറ്റ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അതാണ് SCO എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ എന്താണ് ചൈന വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ആനുവൽ SCO സബ്മിറ്റിൽ വേണ്ടിയിട്ട്. ഫസ്റ്റ് ചൈന എന്നായിരുന്നു? 7 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. 2018 ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റിലായിരുന്നു. ഈ ഒരു വിസിറ്റിന് ശേഷം, ചൈനയിലെ വിസിറ്റിന് ശേഷം എന്താണ് ജപ്പാനിലേക്ക് പോകാനാണ് ഇരിക്കുന്നത്. ചൈന ഇതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ചൈന ഡിസ്ക്രൈബ്സ് ദ ഇവന്റ് ആസ് എ ഗാദറിംഗ് ഓഫ് സോളിഡാരിറ്റി, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫ്രൂട്ട്ഫുൾ റിസൾട്ട്. ഓക്കെ, എന്താണ് SCO? അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്താന്ന് നോക്കാം.
2001 ഇത് നിലവിൽ വരുന്നത്. അന്ന് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത്? ചൈന, റഷ്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും എന്നാണ് ജോയിൻ ചെയ്തത്? 2017 ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇതെന്താണ്? സ്ട്രെങ്തൻ ചെയ്യുക, എന്ത് മ്യൂച്വൽ ട്രസ്റ്റും അതുപോലെ ആ നെയ്ബർഹുഡും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക. പ്രൊമോട്ട് എഫക്റ്റീവ് കോപ്പറേഷൻ ഇൻ പൊളിറ്റിക്സ്, ട്രേഡ്, എക്കോണമി, റിസർച്ച്, ടെക്നോളജി, കൾച്ചർ, എഡ്യൂക്കേഷൻ, എനർജി, ട്രാൻസ്പോർട്ട്, tourism, environmental protection and security. Combat terrorism, separatism, extremism. Secretariat എവിടാണ്? ബെയ്ജിംഗ്, ചൈന. റാറ്റ്സ് എന്താണ്? റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ. ഇത് ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഒരു ഓർഗൻ ആണ്, ഒരു പെർമനന്റ് ഓർഗൻ ആണ്. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണ് വരുന്നത്? ഉസ്ബെക്കിസ്ഥാനിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു വിസിറ്റ്, അതായത് ചൈനയായിട്ടുള്ള വിസിറ്റ് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് പറയുന്നത്. ഇത് സിംബോളിക്കലി എന്താണ്? ഒരു റീ എൻഗേജ്മെന്റ് വിത്ത് ചൈന, ഒരു റീ എൻഗേജ്മെന്റ് ആണ് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുറെ ബൈലാറ്ററൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എന്താണ്? ഒരു റീ എൻഗേജ്മെന്റ് ആണ് ചൈനയായിട്ട്. ഇതെന്താണ്? ഒരു ഇന്ത്യ ചൈന റഷ്യ ഡയലോഗിലേക്കുള്ള ഒരു ഫ്രെയിംവർക്ക് കൂടിയാണ് വരുന്നത്. അതുപോലെ ഇത് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെയാണ്? കൗണ്ടർ ടെററിസം കോർപ്പറേഷൻ ആൻഡ് കണക്ടിവിറ്റി ഇനിഷ്യേറ്റീവ്സ്. അതുപോലെ എന്താണ്? സ്ട്രെങ്തനിങ് ഇന്ത്യസ് പ്രസൻസ് ഇൻ യൂറേഷ്യൻ ജിയോ പൊളിറ്റിക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂസ് GS പേപ്പർ 2-ലും GS പേപ്പർ 1-ലും ആണ് വരുന്നത്. GS പേപ്പർ 2-ൽ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യസ് റോൾ ഇൻ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ്, ഇന്ത്യ ചൈന റിലേഷൻ ഇൻ എ ഡിപ്ലോമാറ്റിക് കോണ്ടെക്സ്റ്റ്, എൻഗേജ്മെന്റ് ഇൻ യൂറേഷ്യൻ ജിയോ പൊളിറ്റിക്സ്. GS പേപ്പർ 1 നോക്കുകയാണെങ്കിൽ എന്താണ്? വേൾഡ് ജോഗ്രഫിയിൽ ലൊക്കേഷൻ ഓഫ് SCO മെമ്പർ സ്റ്റേറ്റ്സ്, ഒബ്സർവർ സ്റ്റേറ്റ്സ് ആൻഡ് സബ്മിറ്റ് വെന്യൂസ്. അപ്പൊ ഈ ന്യൂസ് വായിക്കുക, ഇതൊക്കെ ഒന്ന് നോക്കുക. ലാസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ഓയിൽ ഫെയിംസ് ടു ഗെറ്റ് 3000 crore ഫോർ സബ്സിഡൈഡ് LPG. ഓക്കെ, ഇതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ യൂണിയൻ ക്യാബിനറ്റ് അനൗൺസ് ചെയ്ത് എന്ത്? കോമ്പൻസേഷൻ ആൻഡ് സബ്സിഡി പാക്കേജ്. ആർക്കൊക്കെ? പബ്ലിക് സെക്ടർ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ആൻഡ് പുവർ ഹൗസ് ഹോൾഡ്. എന്തിന്റെ അണ്ടറിലുള്ളതാണ്? പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഓക്കെ, ഇത് എന്താണ് എയിം ചെയ്യുന്നത്? ഷീൽഡിംഗ് കൺസ്യൂമേഴ്സ് ഫ്രം ഹൈ ഗ്ലോബൽ LPG പ്രൈസസ്. ഓക്കെ, ഇതാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഇതിൽ കീ ഫാക്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ടു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, അവർക്ക് എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? 3000 crore ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ബെനിഫിഷ്യറീസ് ഒക്കെ ആരാണ്? ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ. അതായത് ഇപ്പൊ ഈ ബെനിഫിഷ്യറീസ് ഓയിൽസ് ഇമ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ അത് അവർക്കൊരു കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റ് പറഞ്ഞ പൈസക്കാണ് എന്ത്? ഇവരിവിടെ ഓയില് വിൽക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? ലോസ് ഉണ്ടാവുന്നത്. ഈ ലോസ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് അവർക്ക് നൽകുന്നത്. അതാണ് ഈ ഒരു പർപ്പസിൽ പറയുന്നത്. റീസൺ ഹൈ ഗ്ലോബൽ LPG പ്രൈസ് ഇൻ 2024-25 നോട്ട് പാസ്ഡ് ഓൺ ടു കൺസ്യൂമേഴ്സ്. പേ ഔട്ട് എന്ന മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇൻ 12 tranches. ഓക്കെ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ സബ്സിഡി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇത് ഏതൊക്കെ പേപ്പറിലാണ് വരുന്നത്? GS പേപ്പർ 2, GS പേപ്പർ 3 ഗവർണൻസ് വെൽഫെയർ സ്കീംസ്. GS പേപ്പർ 3-ല് എക്കോണമി, എനർജി സെക്ടർ, സബ്സിഡീസ്, ഫിസിക്കൽ ഇമ്പാക്ട്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ന്യൂസുകളെല്ലാം നന്നായിട്ട് നോക്കുക. ഇന്നത്തെ ന്യൂസ് അത്യാവശ്യം എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ്. നല്ല രീതിയിൽ വായിക്കുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.